ടൂത്ത് പിക്ക് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഫുഡ് പാർട്ടിക്കിൾ മാത്രമല്ല നമ്മൾ അവിടെ എൻഗേജ് ചെയ്യുന്നത്. നമ്മൾ ആ കൂർത്ത ഭാഗം കൊണ്ട് അവിടുത്തെ ഗമ്മിലാണ് കുത്തുന്നത്. അപ്പൊ ആ കുത്തുന്ന സമയത്ത് ചിലപ്പോൾ അവിടുത്തെ അറ്റാച്ച്മെന്റ് പോയി കഴിഞ്ഞാൽ പിന്നെ സ്ഥിരമായി അവിടെ ഫുഡ് കയറിക്കുമ്പോൾ ഇത് ചെയ്തുകൊണ്ടിരുന്ന പിന്നെ അത് ഈ പറഞ്ഞ അതേപോലെ തന്നെ ഉള്ള ഒരു പ്രശ്നം ഉണ്ടാവാം. അപ്പൊ നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന എപ്പോഴും ഫ്ലോസ് ചെയ്യാനാണ്. ഫ്ലോസ് എന്ന് പറഞ്ഞ സംഭവം, ഈ ഫ്ലോസ് തന്നെ വൃത്തിക്ക് ഉപയോഗിച്ചില്ല അല്ലെങ്കിൽ കൃത്യമായിട്ടല്ല ഉപയോഗിക്കുന്നെങ്കിൽ ദാറ്റ് ഓൾസോ ക്യാൻ ക്രിയേറ്റ് ദിസ് ഇഷ്യൂ. അപ്പൊ ടൂത്ത് പിക്ക് ഉപയോഗിക്കുന്ന ഡെന്റിസ്റ്റുമാര് പറയുന്നത് ദാറ്റ്സ് ട്രൂ. അതുകൊണ്ട് ഒരു നമ്മുടെ ഗമ്മിന് ഒരു ഇഞ്ചുറി ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ടൂത്ത് പിക്കിനേക്കാളും നല്ലത് ഫ്ലോസ് തന്നെയാണ്. ഫ്ലോസ് ആണ്. പക്ഷെ ഫ്ലോസ് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് കൂടെ അറിയണം. കാരണം വെച്ചാൽ നമുക്കാണെങ്കിലും ഒരു ടൂത്ത് പിക്ക് യൂസ് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു ചെറിയ ബ്ലഡ് ടിഞ്ച് ഒക്കെ വന്നാലും there are people who enjoy it. ഒരു ടേസ്റ്റ് ചില ആൾക്കാർ ഓക്കെ നൗ ഇറ്റ്സ് ക്ലീൻ എന്നുള്ളൊരു ഫീലും ഉണ്ട്. ചിലപ്പോൾ അത് വരാൻ വേണ്ടി ചെയ്യുന്നവർ. അപ്പൊ ഇതെന്ന് പറയുന്നത് നമ്മൾ അറിയില്ല, ഒരു 30-40% നമുക്ക് അവിടെ ഒരു ഡിസ്ട്രക്ഷൻ സംഭവിച്ചതിന് ശേഷമാണ് ബോഡി ടെൽസ് യു ദാറ്റ് ഇറ്റ്സ് ഗോയിങ് സൗത്ത്. പ്രശ്നം അല്ല, ബ്ലഡ് വരുന്നതിന് മാത്രമല്ല, ഇൻ ജനറലി അവിടെ പല്ലിന്റെ ഏരിയയിലൊക്കെ ഒരു 30-40% ഒരു ഡിസ്ട്രക്ഷൻ ഉണ്ടായതിനു ശേഷമാണ് നമുക്ക് ശരിക്കും അറിയാൻ പറ്റുള്ളൂ. ബോഡി ടെൽസ് യു സി ദർ ഇസ് എ പ്രോബ്ലം ഹിയർ. കാരണം അത് ഈ ട്രൈസ് ടു ഹീൽ ബൈ ഇറ്റ് സെൽഫ്. കുറച്ച് അക്കോമഡേറ്റിനൊക്കെ നോക്കും. പക്ഷെ ഇത് ഒരു പോയിന്റ് കഴിഞ്ഞ പിന്നെ ഈ അറ്റാച്ച്മെന്റ് പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. നേരത്തെ പറഞ്ഞ പോലെ ഗംസിന്റെ പൊസിഷൻ മാറാനുള്ള ചാൻസ് കൂടുതലാണല്ലേ.